ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അഞ്ജൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റോസ്മലയിൽ ചെന്ന് റെസ്റ്റ് എടുക്കുന്നത് വരെ ഉള്ളുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിടം വരെ പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് പോകുന്നത് നമ്മൾ അമ്പനാടാണ് കേട്ടോ ഗൈസ്. ഒരുപാട് നാളായി ചേട്ടൻ പറയണം നമുക്ക് അമ്പനാട് പോകണം, അവിടെ ഭയങ്കര രസമാണ്. പറഞ്ഞ പോലെ തന്നെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മളടുത്ത യാത്ര അമ്പനാട്. അപ്പോൾ നമ്മൾ റോസ്മലയിൽ പോയി ഒരുപാട് നേരം റെസ്റ്റൊക്കെ എടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ പോയായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മൾ ബൈക്കിലിരുന്നിരുന്ന് മൂഡ് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ നമ്മൾ റോസ്മലയിൽ പോയിട്ട് നേരെ വരുന്ന റോഡ് വഴി കഴുത്തുരുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടി വരുമ്പോഴാണ് നമുക്ക് അമ്പനാട് പോകാൻ പറ്റുന്നത്. അമ്പനാട് പോകാനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നേരെ പോയാൽ അമ്പനാടും ലെഫ്റ്റ് എടുത്താൽ മാമ്പഴത്തറയുമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മാമ്പഴത്തറയാണ് ചൂസ് ചെയ്തത് കേട്ടോ. ഇതാണ് ആദ്യം കാണുന്ന ഒരു ജംഗ്ഷൻ. നമ്മൾ അത്രയും റബ്ബറിൻ തോട്ടത്തിലൂടെ പോയിട്ട് കാണുന്നൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ബോണക്കാടൊക്കെ പോയപ്പോൾ കണ്ട പോലത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതും ഒരു എസ്റ്റേറ്റ് ആണല്ലോ. അങ്ങനെ നമ്മൾ ഈ റോഡ് തിരിഞ്ഞ് കയറിയിരിക്കുന്നത് മാമ്പഴത്തറയിലോട്ടാണ്. മാമ്പഴത്തറ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മാമ്പഴത്തറ പോയി തിരിച്ചു വന്ന് നമുക്ക് അമ്പനാട് കയറാം എന്നാണ് കരുതിയത്. പക്ഷേ നമുക്കൊട്ടും പറ്റിയില്ല. നമുക്ക് അത്രയും ദൂരം പോയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായി കഴിഞ്ഞു. ചേട്ടാ ഓരോ ഷോർട്സ് വീഡിയോസിലും മാമ്പഴത്തറയും അമ്പനാടും എനിക്കെടുത്ത് അയച്ചു തരുമായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് പോകണമെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ പോയപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ഇതുപോലെ പശുക്കളെയൊക്കെ അവുത്ത് വിട്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു നമ്മൾ പോയപ്പോൾ കണ്ട വ്യൂ പോയിൻ്റ്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരു കുറച്ച് തണലായതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വളരെ ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം കുറേ നേരം ഇറങ്ങി നിന്ന് കേട്ടോ. നമ്മളിവിടെ ഇറങ്ങിയ സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേര് വന്ന് നിന്ന് ഈ ഒരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന കുറച്ച് ദൂരം ഭയങ്കര കാടാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാട്. നമ്മൾ വിട്ടടിച്ചാണ് പോയത് കേട്ടോ. ചേട്ടനും നല്ല പേടിയുണ്ടായിരുന്നു ആന എന്തെങ്കിലും വരുമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. ഇതാണ് നമ്മൾ ആ വ്യൂ പോയിൻ്റായിട്ട് കണ്ട സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് സ്ഥലം നല്ല ഗ്രേസ് ആയിട്ട് കിടന്നത് ഈ ഒരു മരമൊക്കെ വൃത്തിയാക്കിയ ഒരു സ്ഥലമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് കുറേ പൈനാപ്പിൾ കൃഷി കാണാനാണ്. അത് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. ഇത് കഴിയുന്നതും ഒരു ജംഗ്ഷനാണ്. ആ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കണം കാണാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. കുറേ ദൂരം ഇത് തന്നെയായിരുന്നു. ഗൈസ്, നമ്മൾ അമ്പട് വന്നപ്പോൾ തൊട്ട് പറയണം വെള്ളത്തിൽ കളിക്കാൻ വന്നു. അപ്പോൾ നമ്മളതാ അവനെ ഇത്തിരി നേരം വെള്ളത്തിൽ കളിപ്പിക്കാമെന്ന് വിചാരിച്ച്. നല്ല വെയിൽ. എൻ്റെ മക്കളാ ഉടുപ്പൊക്കെ മാറ്റണം. ഇവിടെ ഫുൾ കാടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്.
അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ രണ്ടുപേരെ കണ്ട് ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ കാട്ടാനെ എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ചേട്ടനും നല്ല പേടിയായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടോ. ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു പേടിയാണെങ്കിലും കാണണമെന്ന്. പക്ഷേ നമ്മൾ കണ്ടതേയില്ല. പക്ഷെ ആനയുടെ പ്രസൻസ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞു. അതിന് കാരണം അതിൻ്റെ സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ നല്ല ടയേർഡായെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് നടുവേദനയും. ഞാൻ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ റോസ്മല കയറിയിട്ട് നേരെ വീട്ടിൽ പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. ചേട്ടൻ്റെ ഒറ്റ ആഗ്രഹത്താലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ അമ്പുടുവിന് ചെരുപ്പില്ലാതെ നടത്തിക്കുന്നെന്ന് നിങ്ങൾ കരുതരുത്. അവൻ്റെ ചെരുപ്പ് തിരുമലയിൽ കോലി പോയപ്പം കളഞ്ഞു കേട്ടോ, കാറ്റത്ത് പറന്നു. ഇത് പുനലൂർ തൂക്കുപാലമാണ് കേട്ടോ. ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് ഇറങ്ങിയില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വീഡിയോ ക്ലിപ്പ് എടുത്തു. പിന്നെ നമ്മൾ ഷാപ്പിൽ വന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. വേറെ കടയൊന്നും തുറന്നിട്ടില്ലായിരുന്നു തിരുവോണമായിട്ട്. അതുമല്ല ഷാപ്പിലെ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ ഒരുപാട് നാളോട് ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ ഷാപ്പിലേക്ക് കയറി. നമ്മളിത് മാമ്പഴത്തറയിൽ നിന്ന് നേരെ പുനലൂർ, ആയൂർ, അഞ്ചൽ വഴിയാണ് വന്നത്. നല്ല ടയേർഡായി, ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ട് നല്ല ഇതായി, ചാനായി. നമുക്ക് അമ്പുടുമൊക്കെ നല്ല ക്ഷീണിച്ച്, അമ്പുടുമൊക്കെ കറുകറായിട്ട്. കപ്പയും മീൻകറി മാത്രമൊന്നും ഉണ്ടായിരുന്നത്. കഴിച്ച് വയ്യ, എനിക്ക് വയ്യ. എൻ്റെ അമ്മ ഇതെന്തൊരു കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ മുതിര പോലെ ആയി വിഷ്ണു ചേട്ടാ. നാളെയും കൂടെ പോയിട്ട് വരുമ്പോൾ ഒരുമാതിരി ആവും. കപ്പയും മീൻകറി കഴിച്ചതാണ് എൻ്റെ പുക ഇങ്ങനെ മാറിയത്. ഭയങ്കര എരി, സഹിക്കാൻ വയ്യ. എൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരമായി. എന്നിട്ട് ആ ചുണ്ടൊക്കെ തടിച്ച് എരി കാരണം. നമ്മൾ ചടയമംഗലത്ത് എത്തിയപ്പോൾ നമ്മുടെ ജടായുപ്പാറ കാണുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ടും പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം നടക്കുമായിരിക്കും അല്ലേ. അവിടെ ഭയങ്കര ടിക്കറ്റിന് റേറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. ശരിക്കും ചായ കുടിക്കാനൊന്നും തോന്നുന്നില്ല, പക്ഷേ എവിടെയെങ്കിലും ഇറങ്ങി ആ നടുവൊക്കെ ഒന്ന് നിവർത്താമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നവർക്ക് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. നാളെ അച്ഛൻ്റെ ആണ്ടല്ലേ. അപ്പോൾ അത്ര ഉള്ളൂ. ടാറ്റാ.